ഏറ്റവും പ്രഥമമായ കാര്യം, പരമമായ കാര്യം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്നതാണ് തന്ത്രിയാണ് അക്കാര്യങ്ങളിൽ. ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോട് തന്നെ ഈ 18 പടിയുടെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ, ഒരു ശരാശരി ഒരു കണക്കനുസരിച്ച് 72 മുതൽ 75 വരെയൊക്കെ ആളുകളാണ് ഒരു മിനിറ്റിൽ ഈ 18 പടി കയറി ഇങ്ങനെ സന്നിധാനത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് ചില സമയങ്ങളിൽ 80 82 ആകാം. മുതിർന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ വരുന്ന സമയത്ത് അത് 60ലേക്ക് താഴാം ഒരു മിനിറ്റിൽ. അപ്രായമായവർ, മുതിർന്നവർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ വരുമ്പോഴും ഇത് വീണ്ടും കുറയാം. അപ്പോൾ എന്നാലും ഒരു ശരാശരി കണക്കെന്ന് പറയുന്നത് ഒരു 70 പേരാണ്. അതുകൊണ്ട് തന്നെ ഈ 18 പടിയുടെ വീതി കുറച്ചുകൂടെ കൂട്ടിയാൽ കൂടുതൽ പേർക്ക് കയറിപ്പോകാം തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അതിന് പറഞ്ഞ മറുപടി, അതൊക്കെ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് അതിനകത്തൊക്കെ തീരുമാനമെടുക്കേണ്ടത്, അല്ലാതെ സർക്കാരല്ല അതിനകത്തൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്ര പേർക്ക് വരാം, അല്ലെങ്കിൽ മണ്ഡലകാലത്തെങ്കിലും എത്ര പേർക്ക് ദർശനത്തിന് വേണ്ടി എത്താം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വേണമെങ്കിൽ അത് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഉറപ്പായും തന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ശബരിമല സീസണിൻ്റെയൊക്കെ സമയത്ത് പലപ്പോഴും വാർത്തകളിൽ കാണുന്ന ഒന്നാണ് ഈ പമ്പ നദിയുമായി ബന്ധപ്പെട്ട് അതിൽ ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വലിയ രീതിയിൽ കൂടുന്നു. ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ അത് കുറയുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ ശുചിമുറിയും മറ്റും സ്ഥാപിച്ച് വലിയ പല മഠങ്ങളുടെയൊക്കെ, ഞാനിപ്പോഴും ഓർക്കും ഈ അമൃതാനന്ദമയി മഠത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലൊക്കെ അങ്ങനെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് കൂടുതലും അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കാരണം അത് വിശ്വാസപരമായ ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ്. ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു സമയത്തേക്ക്, ഒരു ചെറിയ കാലയളവിലേക്ക് ഒത്തിരി പേര് വരുന്നൊരു സ്ഥലത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നവർ, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, പുരോഹിതരൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.